എനിക്ക് കോമൺലി വരുന്ന ഒരു ക്വസ്റ്റ്യൻ എൻ്റെ ഫ്രണ്ട്സ്, പേഷ്യൻസ്, റിലേറ്റീവ്സ് ചോദിക്കുന്നത് ഈ ACL ഇഞ്ചുറി വന്നു കഴിഞ്ഞ് ചെയ്യാതിരുന്നാൽ എന്തോ അതിൻ്റെ ഔട്ട്കം വരാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ അതിനനുസരിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിരുന്നു. ACL ആണെങ്കിൽ ഒരു ലിഗമെൻറ്റ് നമ്മുടെ മുട്ടിൻ്റെ അകത്തൊരു ലിഗമെൻറ്റാണ്. അതിങ്ങനെ ഒരു ക്രോസ് ലിഗമെൻറ്റാണ് ബിറ്റ്വീൻ ഈ ഫീമർ ബോണും ഈ ടിബിയ ബോണും. അപ്പം ഈ ലിഗമെൻറ്റ് പോയെങ്കിൽ നമ്മുടെ റൊട്ടേഷൻസും നമ്മുടെ ഈ ടിബിയ ബോണിൻ്റെ ആൻറ്റീരിയർ ട്രാൻസ്ലേഷൻ, അതിൻ്റെ മൂവ്മെൻറ്റ് റിസ്ട്രിക്റ്റ് ചെയ്യുന്ന ലിഗമെൻറ്റാണ്. അപ്പം അത് പൊട്ടിക്കഴിഞ്ഞാൽ ഈ മൂവ്മെൻറ്റ്സും ജോയിൻറ്റിനകത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ബോഡിക്ക്. അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? 110% ചെയ്യാൻ പറ്റും. പക്ഷേ തിരിച്ച് സ്പോർട്സിലേക്ക് പോവുകയാണെങ്കിൽ ഡെയിലി ലൈഫിന് നമുക്ക് കുറച്ച് ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് റീകൺസ്ട്രക്ട് ചെയ്യുന്നതാണ് ബെറ്റർ. ഈ സാധനം ലിഗമെൻ്റ് ഇല്ലെങ്കിൽ ജോയിൻറ്റ് ഒരു അൺയൂഷ്വൽ അബ്നോർമൽ മൊബിലിറ്റിയിലാണ് അത് മൂവ് ചെയ്യുന്നത്. അത് നമ്മളൊരു വണ്ടി വളഞ്ഞ അലോയ് വീലും കൊണ്ട് ഓടിക്കുന്ന പോലെയാണ്. ബേസിക്കലി ഒരു അനാലജി എനിക്ക് പറയാനുള്ളത് മുട്ടും വെച്ച് നോക്കുന്നു. അപ്പം ആ ടയർ, ഈ ജോയിൻറ്റ് സർഫസ് തേയ്മാനം കൂടാൻ പോകുന്ന ഒരു സിറ്റുവേഷനിലാണ് അത് വരുന്നത്. അപ്പം ചെയ്യുന്നതാണ് ബെറ്റർ, എസ്പെഷ്യലി ഇങ്ങനെ ആക്റ്റീവ് ലൈഫ് സ്റ്റൈലുള്ള പേഷ്യൻറ്റ്. തിരിച്ച് സ്പോർട്ട് കളിക്കാനാണെങ്കിൽ 100%, ആൻഡ് ചെയ്യുവാണെങ്കിൽ തിരിച്ച് സ്പോർട്ടിലേക്ക് പോകാൻ ഫസ്റ്റ് ടൈം പെർഫെക്റ്റ് റീകൺസ്ട്രക്ഷൻ ആണെങ്കിൽ 100% തിരിച്ച് സ്പോർട്ടിലേക്ക് പോകാൻ പറ്റും, നല്ല ഫിസിയോതെറാപ്പിയും റീഹാബ് ചെയ്താൽ.